ഹായ് ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 8:45 ആവാറായി. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് നമുക്ക് തൃശ്ശൂർക്ക് ഒരു ഓട്ടം ഉണ്ട്. അങ്ങനെ 8:45 ആകുമ്പോഴാണ് നമ്മൾ പല്ലേക്കലും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് എൻ്റെ വേറൊരു റൂമിലേക്കാണ്. ഇവിടെയാണ് ഞാൻ എപ്പോഴും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാൻ കാർഡിയോ എക്സസൈസ് ചെയ്തു. 9:30 ആയപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡി ആയിട്ടോ. തലയിൽ മുടിയൊന്നും ഇല്ലാത്ത കാരണം ചീന്തേണ്ട ആവശ്യമൊന്നുമില്ല. റെഡിയായി വന്നപ്പോഴേക്കും അമ്മ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ചപ്പാത്തിയും കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂട് ചപ്പാത്തിയും ചൂട് കടലക്കറിയും കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 9:45 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് ഓട്ടമുള്ളത്. ഇന്നത്തെ ഓട്ടം നമ്മുടെ ഈ ഫോർച്യൂണർ ലെജൻഡറായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഓട്ടം. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ചാവി വാങ്ങി ഞാൻ വണ്ടി കയറിയിരുന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി. ലെജൻഡറിനെ കുറിച്ച് പറയുകയാൽ വേറെ നെക്സ്റ്റ് ലെവൽ വണ്ടിയാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു കാർ കൂടിയാണ് ലെജൻഡർ കേട്ടോ. സമയം 11 മണി ആവാറായപ്പോൾ തന്നെ ഞങ്ങൾ ദയ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ തൃശ്ശൂർ. അങ്ങനെ അവരെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഞാൻ നേരെ പാർക്കിങ്ങിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് പാർക്കിംഗ് ഫുള്ളാണെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. നമുക്കൊരു സ്പേസ് എന്തായാലും കിട്ടി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ. 12:15 ആയപ്പോൾ അവർ വിളിച്ചു ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരെ മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി അവരെ പിക്ക് ചെയ്യാൻ. ദയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള മധുര വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയത്. അപ്പോൾ ഞാനങ്ങനെ ഓർഡർ ചെയ്തത് വെജിറ്റേറിയൻ മീൽസാണ്. കാരണം ഇത് വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് വെജിറ്റേറിയൻ മീൽസേ ഉള്ളൂ. പറയാതിരിക്കാൻ വയ്യ, നല്ല ഭക്ഷണമായിരുന്നു. കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമുക്ക് പാർക്കിംഗ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിട്ടിയത് കൊണ്ട് നല്ല തണലത്താണ് കാർ കിടക്കുന്നത്. പിന്നെയും നമ്മൾ ദയ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിൽ തന്നെ തിരിച്ചെത്തി. 1:30 വന്നിട്ട് നമുക്ക് 3:30 ആയപ്പോഴാണ് വിളി വന്നത്. അപ്പോൾ അതുവരെ ഞാൻ അവിടെ പാർക്കിങ്ങിൽ കാത്തിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവ് മോഡിൽ വണ്ടി ഇട്ടിട്ട് നേരെ പോയി മെയിൻ എൻട്രൻസിലേക്ക് അവരെ പിക്ക് ചെയ്യാൻ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ ഒരു പിഷാരഡീസ് ഉണ്ട്. ആ പിഷാരടിയിലാണ് നമ്മൾ ഈവനിങ് ചായ കുടിക്കാൻ നിർത്തിയത്. ഞാൻ അവിടെ നിന്ന് കഴിച്ചത് ഒരു മസാല ദോശയും പിന്നെ ഒരു കോഫിയുമാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല മസാല ദോശയായിരുന്നു കേട്ടോ. ഈ ചട്നിപ്പൊടി വേറെ ലെവലാണ്. ഗുരുവായൂർ എത്താറായപ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് കിട്ടി. പിന്നെ ആ സൺസെറ്റ് കണ്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് ഏകദേശം 6:15 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. വണ്ടി ഞാനങ്ങനെ പാർക്കിങ്ങിൽ കയറ്റിയിട്ട് ചാവി ഞാൻ അവരുടെ വീട്ടിൽ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് നടന്നു. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു.